പിന്നെ ജില്ലാ കളക്ടറിന്റെ പ്രതികരണവും പങ്കുവച്ചിരുന്നു. ഒപ്പം അർജുന്റെ ബന്ധുക്കൾ ദിവസങ്ങളായി ഇവിടെ തന്നെ തമ്പടിച്ചിട്ടുണ്ട്. അവർ ഈ ദൗത്യ സംഘത്തിന്റെ ഭാഗമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തെരച്ചിൽ സംബന്ധിച്ച് അവർക്കും ആശങ്കകളുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഊർജിതമായി തന്നെയാണ് തെരച്ചിൽ മുന്നോട്ട് പോകുന്നത് എന്നാണ് അർജുന്റെ ബന്ധുക്കളും പറയുന്നത്. ജിതിൻ രാവാണ് ഇപ്പോൾ ന്യൂസ് 8നോടൊപ്പം ചേരുന്നത്. ജിതിൻ, എത്രത്തോളം പ്രതീക്ഷയുണ്ട് ഇപ്പോൾ ഇത്ര വൈകിയ സമയത്ത്? അത് ഇന്നലെ പറഞ്ഞത് എനിക്ക് പറയാനുള്ളൂ. ദൈവം എങ്ങനെയാണ് തരുന്നത് അത് നമ്മൾ ആക്സെപ്റ്റ്, ഞാനും കുടുംബവും എല്ലാവരും അത് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായി കഴിഞ്ഞു. പക്ഷേ എത്രയും പെട്ടെന്ന് ട്രക്ക് എടുക്കാൻ ഉള്ള മാർഗങ്ങൾ സ്വീകരിക്കുകയാണ്. പക്ഷേ നമ്മൾ മാനിക്കുന്നു, കാലാവസ്ഥ പ്രതികൂലമാണ്, ഹൈ കറണ്ട് പോകുന്നുണ്ട്, വെള്ളത്തിൽ കൂടെ ഒഴുക്ക് നല്ല കൂടുതലാണ്, അതെല്ലാം നമ്മൾ മാനിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എടുക്കാൻ പറ്റും തന്നെയാണ് കരുതിയിരിക്കുന്നത്. ഇന്നത്തെ ഒരു ഇന്ദ്രപാൽ അദ്ദേഹം എത്തിയിരുന്നു. ഇപ്പോഴുള്ള ഒരു അന്വേഷണം അതിന് തൃപ്തിയുണ്ട്? തീർച്ചയായിട്ടും നമ്മൾ പൂർണ്ണ സംതൃപ്തരാണ് ഇപ്പോഴത്തെ തിരച്ചിലെല്ലാം. ഞാൻ പറഞ്ഞല്ലോ, അത് 3 ദിവസം തന്നെ മുന്നേ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴുള്ള അത് അങ്ങനെ തന്നെയാണ്, അതിൽ മാറ്റമൊന്നുമില്ല. ഇപ്പോൾ തൃപ്തനാണ്. ഇപ്പോൾ നിലവിൽ ഇപ്പം എന്താണ് മനസ്സിലാക്കാൻ സാധിച്ചത്? നിലവിൽ അവർക്ക് ഇനിയും ആ ക്യാബിൻ കറക്റ്റ് ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്രയും പെട്ടെന്ന് അത് നാളെ ഇന്നത്തെ തെരച്ചിൽ കൂടി അത് കറക്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിലെ സാർ പറഞ്ഞതുപോലെ ടെമ്പറേച്ചർ ലെവലും ചെക്ക് ചെയ്തിട്ട് നാളെ ഒരു നല്ല റിസൾട്ട് ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. തീർച്ചയായും ഇപ്പോഴത്തെ ഒരു തെരച്ചിലിൽ തൃപ്തി തന്നെയാണ് കുടുംബം രേഖപ്പെടുത്തുന്നത്. ഈ ദൗത്യസംഘത്തോടൊപ്പം തന്നെ കുടുംബാംഗങ്ങൾ ഉണ്ടായിരുന്നു. തുടക്കത്തിൽ അവർക്ക് വിയോജിപ്പുകൾ ഉണ്ടായിരുന്നു. വേണ്ടത്ര വേഗത പുലർത്തിയിരുന്നില്ല ഈ തെരച്ചിലിന് എന്നാണ്. തീർച്ചയായും അന്ന് കുടുംബത്തോടൊപ്പം മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇക്കാര്യം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അങ്ങനെ പിന്നീട് അതിവേഗം ഉള്ള തെരച്ചിൽ നടപടികളിലേക്ക് കടക്കുകയും ഒക്കെ ചെയ്തു. അപ്പോഴും പ്രതികൂലമാകുന്ന കാലാവസ്ഥ നമുക്കിപ്പോഴും ആ ദൃശ്യങ്ങളിൽ കാണാൻ. രാത്രി തെരച്ചിൽ തുടരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ്. ഇടയ്ക്ക് മഴ പെയ്യുകയും അത് അതിശക്തമായ മഴ പെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ വീണ്ടും ഈ മണ്ണിടിഞ്ഞ ഭാഗം ചെളിക്കൂമ്പാരമായി മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ അതൊക്കെ മാറി ഓരോ നിമിഷവും എപ്പോഴൊക്കെയാണോ മഴ മാറി നിൽക്കുന്നത് അപ്പോഴെല്ലാം തന്നെ ഈ മണ്ണ് മാറ്റി പരിശോധിക്കുകയാണ്. അവിടെ എവിടെയെങ്കിലും അർജുൻ്റെ ഭാഗങ്ങൾ, അർജുൻ്റെ ശരീരമുണ്ടോ, ജീവനോടെ അല്ലാതെയെങ്കിലും അർജുനെ കണ്ടെത്താൻ സാധിക്കുമോ എന്നാണ് ഈ തെരച്ചിലിൽ അന്വേഷിക്കുന്നത്. അതോടൊപ്പം വാഹനത്തിൻ്റെ ഭാഗങ്ങൾ പെട്ടുപോയിട്ടുണ്ടോ, ക്യാബിൻ വേർപെട്ടുപോയിട്ടുണ്ടോ, ഇത്തരം സാധ്യതകളൊന്നും തള്ളിക്കളയാനാകില്ല. ദൗത്യസംഘത്തിൻ്റെ ഭാഗമായി സ്ഥലം MLA കൂടി ദിവസങ്ങളായി അവിടെ തുടരുന്നുണ്ടായിരുന്നു. നേരത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ MLAയും ഒപ്പമുണ്ടായിരുന്നു. MLAയുടെ വാക്കുകളിലേക്ക്. Today they have given, instead of 3 locations what we have found, one more location is also last we got, but as I told you that one is truck, one is that pole, and I am thinking that one more that gas tanker cabin also may be there. That they will tonight they will work on that and they will come to know and they will give us a exact picture to the district administration and police department. And you should not think that about something we are doing fishy or all these things. I told you the day one Arjun as thinking as a brother. Why I have told you this? Because of 17,000 liters of the oxygen was supplied to that particular cabin if it is intact, and the person can alive up to 6 days. On that basis, wherever your person has told us, Baba, you have to try on that landsliding place. I have requested the day one that we will try on riverbed side, but he has told that no, this is indicating here only on GPS of this Banz vehicle, okay, Bharat Banz. Then we have agreed and accepted, and apart from that, you know that another 2 people from our side, who is running that hotel, till now we are not finding him or his body also. So we are working not only Kerala or Karnataka, we are working together, and we pray for that. At least we should get something from that particular this thing of body or alive, whatever it may be. So we are trying for that, and Indra Balan Sahab is giving feedings tomorrow, and apart from that we have requested him till from Konkan Railway Bridge
to Gangavali River Bridge till the spot. We will get the depth of the river, so that we can, if we want to bring the dredger or something like that, we will bring that also. Till today we don't have that draft of the particular river. Once we got the draft of the river, we will do that also. And as I told you, today also one more vehicle has come. Now, what we are doing, as rightly I said, I am trying where the hotel is actually located, down 3 feet, his house was there. Whose house was there? Jagannath's house. Okay, Lakshman and Jagannath house was there. It is the down below of hotel edge. Now my impression is whether our Arjun along with these two people are here, they are come for tea or something, snacks or something like that. If they have come for the breakfast, they may be here also. Now with all efforts, tonight we are working on that, and we are removing all the mud towards river bed. Tomorrow, Navy people will try to go inside with the diving people if the water current is maximum 3 nautical miles. Today's position is 8 nautical miles, as sir told you. Now we are trying, it is not feasible, for because of the searching, the reason one more person should not be in the risk. You got my point. No, it is a practical. We have to understand on that. Now we will try this particular area wherein we are getting some clue because of coconut trees were there, then plantation was there, then mango tree was there. That also at least we will try now tonight. And tomorrow again we will take the sounding from that bridge to this particular spot, and we will try to bring dredger. The dredger person also came and he has seen and he has discussed with Balan Sahab, and our MLA also was there, and the MP was also there in the hotel. They have discussed with them. Okay. On top of that pontoon also we will try to bring from one place, Goa. That pontoon is also available. Only we are not getting the stability to keep the pontoon properly in the river, since the underwater current is more. Okay. And today, you know that yesterday I think in the session there was a big hangama that we are not working. I am telling you, my friends, I have not worked for my election this much, only because of you have told that 6 days the person can alive. For that we have worked 24/7. But the complaint was there in the media also. Please, you also say in media what is actual thing, Baba, that we are there in the spot or not. സ്ഥലം MLA-യുടെ വാക്കുകളിലും വ്യക്തമാണ്. അതായത് രാത്രി തെരച്ചിൽ തുടരും എന്നായിരുന്നു. നേരത്തെ മണിക്കൂറുകൾക്ക് മുമ്പ് ഏതാണ്ട് 5 മണിക്ക് ശേഷം ആയിരുന്നു ഈ സംഘത്തിൽപ്പെട്ടവർ മാധ്യമങ്ങളെ കണ്ടത്. അപ്പോൾ നൽകിയ പ്രതികരണമാണ്. സജിത്ത് അതിൽ കൃത്യമായി പറയുന്നുണ്ട്, രാത്രി അതായത് ഈ ചായക്കടയുണ്ടായിരുന്നു എന്ന് കരുതുന്ന ലക്ഷ്മണ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ഉൾപ്പെടുന്ന അവരുടെ ചായക്കടയിൽ അർജുൻ പോയിരുന്നു എന്നതിൽ വ്യക്തതയില്ല. അത് MLA-യുടെ വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു അപകട സമയത്ത് എന്നൊന്നും ഒരു തെരച്ചിൽ സംഘത്തിനും അറിയാൻ സാധിക്കില്ല. ഈ അർജുൻ മിസ്സിംഗ് ആണ് എന്നറിഞ്ഞപ്പോൾ മാത്രമാണ് ഇങ്ങനെ ഒരാൾ കൂടി ആ മണ്ണിനടിയിൽ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ കാണാതായി എന്നുള്ളത് അവിടെയുള്ള സംഘത്തിന് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ സാധ്യത നേരത്തെ ഈ കുടുംബത്തിൽപ്പെട്ടവരുടെ മൃതദേഹങ്ങളൊക്കെ കണ്ടെടുത്തപ്പോഴാണല്ലോ തെരച്ചിൽ നിർത്തിയത്. അപ്പോൾ അർജുൻ ക്യാബിനിൽ നിന്നിറങ്ങി ഭക്ഷണം കഴിക്കാനോ മറ്റോ വീണ്ടും ഈ ചായക്കടയിലേക്ക് പോയിരുന്നോ? ആ സമയത്തെങ്ങാനാണോ ഈ മണ്ണിടിച്ചിലുണ്ടായത്? അങ്ങനെയെങ്കിൽ അവിടെ അർജുൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആ തെരച്ചിലും തുടരും, അത് രാത്രിയും തുടരുമെന്ന് നേരത്തെ പറയുന്നു. അതിപ്പോൾ തുടരുകയാണല്ലോ.
അതാണ് സാഹചര്യം. ഈ ദുരന്തത്തെ ഏറ്റവും അധികം സങ്കീർണമാക്കുന്നത്, രക്ഷാപ്രവർത്തനത്തിന് സങ്കീർണത ഉണ്ടാക്കുന്നത്, ഇതിനൊരു ദൃക്സാക്ഷിയില്ല. എങ്ങനെ ഈ അപകടം നടന്നു എന്ന് വിവരിക്കാൻ നമുക്ക് ചില ശാസ്ത്രീയ മാർഗങ്ങളെയോ സാധ്യതകളെയോ അവലംബിക്കേണ്ടി വരുന്നു എന്നതാണ് ഇതിൻ്റെ വെല്ലുവിളി ഉയർത്തുന്ന കാര്യം. കാരണം ഒരു ദൃക്സാക്ഷി ഉണ്ടെങ്കിൽ കൃത്യമായി ഇതെങ്ങനെ സംഭവിച്ചു, എവിടേക്കാണ് തെറിച്ചു പോയത്, ആരൊക്കെ ആ പ്രദേശത്തുണ്ടായിരുന്നു എന്ന ഒരു ഏകദേശ ചിത്രം കിട്ടും. പക്ഷേ ഇവിടെ അത് സാധ്യമല്ല എന്നതാണ് നിലവിലെ സാഹചര്യം. അതാണ് നമുക്ക് ഇതിൻ്റെ അപകടം നടന്ന ശേഷമുള്ള സാധ്യതകൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കേണ്ടി വരുന്നത്. ഇതാ ഈ കാണുന്ന ദൃശ്യങ്ങൾ തന്നെ നോക്കുക. ആ ദൃശ്യങ്ങളിൽ ഈ നദീ തീരത്തെ മണ്ണാണ് മാറ്റി വളരെ ശ്രദ്ധയോടെ നോക്കൂ. ആ JCB ഹാൻഡിലുകൾ കൊണ്ട് ആ ഒരു ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് അത് മാറ്റുമ്പോൾ ആ മണ്ണിൽ എന്തെങ്കിലും അവശിഷ്ടമുണ്ടോ എന്ന സാധ്യത മുൻനിർത്തിയാണ് അത് മറ്റൊരിടത്തേക്ക് മാറ്റിയിടുന്നത് പോലും. കാരണം ഇവിടെ എനിക്കിത് പരാമർശിക്കേണ്ടി വരുന്നത് പുറത്തെടുത്ത ശരവണൻ എന്ന ഒരു തമിഴ്നാട് സ്വദേശി, അദ്ദേഹത്തിൻ്റെ മൃതദേഹമാണ്. അത് ശരവണൻ്റെ തന്നെയാണ് മൃതദേഹം എന്ന അല്പസമയം മുമ്പാണ് സ്ഥിരീകരിക്കുന്നത്. കാരണം അത് ശരവണൻ്റെ അമ്മയുടെ DNA സാമ്പിൾ ശേഖരിച്ചിരുന്നു. ആ സാമ്പിളുമായി എത്തി നോക്കിയപ്പോഴാണ് മോർച്ചറിയിലുള്ള മൃതദേഹം അത് ശരവണൻ്റേതാണ് എന്ന സ്ഥിരീകരണം ഉണ്ടാകുന്നത്. പക്ഷേ ഒന്ന് ഓർക്കണം, മോർച്ചറിലുള്ളത് ഒരു ശരീരഭാഗമാണ്, അത് പൂർണ്ണമായ മൃതശരീരമല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാരണം മൃതശരീരത്തിന് കാര്യമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെയാണ് ആ അപകടം അവിടെ സംഭവിച്ചത്. അപ്പോൾ എന്താണ് അവിടെ ഉണ്ടായ സാഹചര്യം? ഈ ശരവണ് അങ്ങനെ ശരീരഭാഗമൊക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഈ അപകടം പോയത് എങ്ങനെ എന്ന ചോദ്യം ഒരുപക്ഷെ അവിടുത്തെ സങ്കീർണമായ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നു. അപ്പോൾ അർജുനും വാഹനത്തിനുള്ളിലുണ്ടായിരുന്നു, അതല്ല പുറത്തായിരുന്നു എന്ന ചോദ്യവും നമുക്ക് മുന്നിൽ ആശങ്കയായി നിലനിൽക്കുന്നതിൻ്റെ സാഹചര്യവും അതാണ്. ഇതാ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഈ കരഭാഗത്താണ്, അതായത് ഈ മണ്ണിടിഞ്ഞ് പുഴയിലേക്ക് വീണ ആ പ്രദേശത്താണ് ഈ ഖനനം നടത്തുന്നത്. അതായത് മുമ്പ്